വെൽക്കം ടു ഓസ്റ്റിക് ജ്വൽ ഹബ്. ഞാനിന്ന് മാലയുടെ മേക്കിംഗ് വീഡിയോ ആയിട്ടൊന്നല്ല വന്നത്. ഞാൻ നമ്മുടെ ഈ ഫാമിലി ഗ്രൂപ്പിൽ പുതുതായിട്ടുള്ളതാണല്ലോ, അപ്പോൾ ഞാൻ എന്നെ ഒന്ന് ഫാമിലിക്ക് പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് വന്നത്. എൻ്റെ പേര് ദിവ്യ എന്നാണ്. ഞാൻ ഗുരുവായൂരാണ് താമസിക്കുന്നത്. 8 വർഷമായിട്ട് ഹാൻഡ്മെയ്ഡ് ജ്വല്ലറീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാൻ വിചാരിച്ചു നമുക്ക് ഒന്ന് ലൈവിൽ പോയാലോ എന്ന് വിചാരിച്ചു. മെമ്പേഴ്സിനൊന്നും തന്നെ അറിയില്ലല്ലോ, അപ്പോൾ ലൈവിൽ പോകുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ പോകെ ലൈവിൽ വരാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ വീഡിയോസിലും കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് എനിക്കറിയാം, എഡിറ്റിങ്ങിൻ്റെ കാര്യമായാലും. കാരണം ഞാൻ പുതുതായിട്ട് ഇറങ്ങിയത് കൊണ്ട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി തിരുത്തി തരുന്നു, പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, ഞാൻ ഈ ഒരു ഹാൻഡ്മെയ്ഡ് ജ്വല്ലറീസ് എന്നുള്ള പ്രൊഫഷണലി ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ്. DMLT കഴിഞ്ഞതാണ്. പക്ഷേ ഇതൊരു പാഷനായിട്ട്, കാരണം മൂത്തത് മോളാണ്. അപ്പം മോളെ മാല പൊട്ടി ഇങ്ങനെ മാലകളൊക്കെ മുത്തുകളൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ ആ മാലകളുടെ മുത്തുകളൊക്കെ മിക്സ് ചെയ്ത് പുതിയ മാലകൾ ഉണ്ടാക്കി അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെയാണ് എന്നെ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റിയത്. അപ്പം ഓക്കെ, എന്തുകൊണ്ട് ഇതൊരു വരുമാന മാർഗമാക്കിക്കൂടാന്നുള്ളൊരു ചിന്ത വന്നു. സോ പിന്നെ ഹസ്ബൻഡ് ഗുരുവായൂരാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെറ്റിലായപ്പോൾ കുറച്ചുകൂടെ എൻ്റെ ഈ ഒരു പാഷന് കുറച്ചും കൂടെ ഹെൽപ്പായി. കാരണം ഇവിടെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലുണ്ടല്ലോ. അപ്പോൾ ഈ ഹാൻഡ്മെയ്ഡ് ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന കാര്യത്തിന് കുറച്ചുകൂടെ ഹെൽപ്പാവും തോന്നി. അപ്പം അങ്ങനെ ഇറങ്ങിയതാണ് ഈ ഒരു ഫീൽഡിലേക്ക്. പക്ഷേ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു കാര്യം നമ്മൾ ചെയ്യുമ്പം അത് നമ്മൾ ആ പെർഫെക്ഷനും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് പോകുമല്ലോ. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പം അതുപോലെ ഇന്നും അതൊരു മാല ഉണ്ടാക്കുന്നതായാലും കമ്മലൊക്കെ ആണെങ്കിലും എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റായിട്ടും ആ ഒരു ഭംഗിക്കും ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ വിശ്വാസം മാത്രമാണ്. നിങ്ങളെന്താണെന്നുള്ളത് എനിക്കറിയില്ല, നിങ്ങൾക്കത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാം. അപ്പോഴാണല്ലോ എനിക്ക് തിരുത്തി മുന്നോട്ടേക്ക് പോകാൻ പറ്റുക. പിന്നെ ഞാൻ ഈ ഒരു ഏണിങ്, ഒരു വരുമാനം വേണം എന്നുള്ള, കാരണം നമ്മൾ സ്ത്രീകൾ വീട്ടിലിരിക്കുമ്പം സുഖമാണ്. ഭക്ഷണം ഉണ്ടാക്കുക, കിടന്നുറങ്ങുക, കുട്ടികളുടെ കാര്യം നോക്കുക, നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. പക്ഷേ നമ്മളൊരു വരുമാന മാർഗം കണ്ടെത്തുമ്പോൾ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്ക് വേറെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷനായിട്ട് എടുത്തു. ഈ ഒരു പാഷൻ ഞാൻ ഒരു പ്രൊഫഷനാക്കി മാറ്റിയത് അങ്ങനെയാണ്. അപ്പം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വലുതായിട്ടൊന്നുമില്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് മക്കൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ചെയ്ത് കൊടുക്കാൻ പറ്റുക, അതൊക്കെ തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൂടുതലുള്ള ആൾക്ക് ഹസ്ബൻഡിനൊരു ഇഷ്യൂ വന്നാൽ ആൾക്കൊരു ബാക്ക് ബോണായിട്ട് നിൽക്കാൻ പറ്റുകയാണെങ്കിലും അതൊരു സഹായമാണല്ലോ. പിന്നെ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് അങ്ങനെ പോകേണ്ടതാണല്ലോ. ഒരാൾ മാത്രം നമുക്ക് വരുമാനം കണ്ടെത്തുക, മറ്റുള്ളവരെ ചിലവാക്കാൻ. അതിനേക്കാളും നല്ലത് രണ്ടുപേരും കൂടെ കണ്ടെത്തുമ്പം അതിലൊരു സുഖമുണ്ട്. നമുക്കും ഒരു സെൽഫ് റെസ്പെക്റ്റോ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. എനിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റും, എനിക്കിന്നത് ചെയ്യാം. നമ്മളിപ്പോൾ ഞാൻ കസ്റ്റമൈസേഷനും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം കസ്റ്റമേഴ്സ് ഓരോ മാലയുടെ ഡിസൈൻ അയക്കുമ്പം ഞാൻ എപ്പോഴും പറയും, എനിക്ക് കണ്ണിങ് ആയിട്ട് കറക്റ്റായിട്ട് ഡിറ്റോ അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് എൻ്റെ മാക്സിമം ഞാൻ അതിൽ ചെയ്തു തരുമെന്ന് പറയും. അപ്പം അതുപോലെ എങ്ങനെ ഇനി ഈ ഫാമിലിയിൽ ഞാനുണ്ടാവും മുന്നോട്ട്. അപ്പം എല്ലാവരും സഹായിക്കുക, സഹകരിക്കുക, തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരിക. അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാം.